മാധ്യമങ്ങളെ കണ്ടാൽ പൊട്ടിത്തെറിക്കാതിരിക്കാൻ സുരേഷ് ഗോപിക്ക് കഴിയില്ല. അവരെ കണ്ടാൽ അടിമുടി കലിപ്പാണ് ബി.ജെ.പി നേതാവിന്. ഇപ്പോഴും സംഭവിച്ചത് അതുതന്നെയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സിനിമയിലെ താരങ്ങൾക്കെതിരെ ഉയരുന്ന ഗുരുതര ആരോപണങ്ങളെ സംബന്ധിച്ചുള്ള മാധ്യമത്തിന്റെ ചോദ്യത്തോടാണ് പൊട്ടിത്തെറിച്ച് നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപി എത്തിയത്. മാധ്യമങ്ങൾക്ക് തീറ്റയാണ് ഉയർന്നു വരുന്ന ആരോപണങ്ങൾ. നിങ്ങൾ അത് വെച്ച് കാശുണ്ടാക്കിക്കോളൂ, ഒരു കുഴപ്പവുമില്ല. പക്ഷേ വലിയ സംവിധാനത്തെ നിങ്ങൾ തകിടം മറിക്കുകയാണ്. ഈ വിഷയങ്ങൾ കോടതിക്ക് മുന്നിലാണ്. കോടതിക്ക് ബുദ്ധിയും യുക്തിയുമുണ്ട്. അതിനനുസരിച്ച് അവർ തീരുമാനിക്കട്ടെ. ആടിനെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുകയാണ് നിങ്ങൾ. മാധ്യമങ്ങൾ സമൂഹത്തിന്റെ മാനസികാവസ്ഥയെ വഴിതെറ്റിച്ചു വിടുകയാണ്. പരാതി ആരോപണത്തിന്റെ രൂപത്തിലാണ് നിൽക്കുന്നത്. മാധ്യമങ്ങളാണോ കോടതി എന്നാണ് സുരേഷ് ഗോപി പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിച്ചത്. അതേസമയം ഒരു സ്വകാര്യ സന്ദർശനം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് സുരേഷ് ഗോപിയോടുള്ള ചോദ്യവുമായി മാധ്യമം എത്തിയത്. ഇതിനും അദ്ദേഹം മാധ്യമങ്ങളോട് കയർത്തു. ഞാനൊരു വിശുദ്ധ സ്ഥലത്ത് നിന്നാണ് ഇറങ്ങി വരുന്നത്. അപ്പോൾ അവിടുത്തെ കാര്യമാണ് ചോദിക്കേണ്ടത്. ഓഫീസിൽ നിന്നിറങ്ങുമ്പോൾ ഓഫീസിലെയും വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ വീട്ടിലെ കാര്യങ്ങളുമാണ് ചോദിക്കേണ്ടത്. അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ അവിടെ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ ചോദിക്കണമെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത്. സത്യത്തിൽ സുരേഷ് ഗോപിയുടെ ഈ കലിപ്പ് മാധ്യമങ്ങൾ വൻ ചർച്ചയാക്കിയിരിക്കുകയാണ്. ചാനൽ ചർച്ചകളിൽ മുഴുവൻ സുരേഷ് ഗോപിയുടെ കലിയടങ്ങാത്ത സംസാരമാണ്. ഇതിന് താരം മറുപടി പറയേണ്ടി വരുമെന്നതിൽ സംശയം വേണ്ട. അതേസമയം സിനിമാ മേഖലയിൽ നിന്നുള്ള കൂടുതൽ പേർക്കെതിരെ ആരോപണങ്ങളുമായി നിരവധി വനിതാ താരങ്ങൾ രംഗത്തെത്തിയിട്ടുണ്ട്. നടനും MLA-യുമായ മുകേഷ്, സിദ്ദീഖ്, ബാബുരാജ്, മണിയൻ പിള്ള രാജു, ജയസൂര്യ തുടങ്ങിയ താരങ്ങൾക്കെതിരെയാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. അതിനിടെ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം പ്രതിഷേധവും ശക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ മുകേഷ് രാജിവെക്കേണ്ടതില്ലെന്നാണ് CPM-ന്റെ നിലപാട്. സമാന രീതിയിൽ ആരോപണം ഉയർന്നപ്പോൾ UDF MLA-മാർ രാജിവെച്ചിട്ടില്ലെന്നാണ് CPM ചൂണ്ടിക്കാട്ടിയത്. അതേസമയം ചലച്ചിത്ര നയരൂപീകരണ സമിതിയിൽ നിന്നും മുകേഷിനെ മാറ്റിയേക്കുമെന്നും സൂചനയുണ്ട്. ഇതിനിടെ താരസംഘടനയായ അമ്മയിലും പൊട്ടിത്തെറി രൂക്ഷമായിരിക്കുകയാണ്. ആരോപണ വിധേയരായവരെ മാറ്റി നിർത്തണമെന്ന ആവശ്യം ഒരു വിഭാഗം താരങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. ആരോപണം ഉയർന്നപ്പോൾ സിദ്ദീഖ് ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി നിന്നിരുന്നു. ഈ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കപ്പെട്ട ബാബുരാജിനെതിരെയും ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹവും മാറി നിൽക്കണമെന്നാണ് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നത്. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും അതിനു പിന്നാലെ വന്ന ലൈംഗികാരോപണങ്ങളിലും കർശന നടപടി വേണമെന്നാണ് നടൻ പൃഥ്വിരാജ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആരോപണം തെളിയിക്കപ്പെട്ടാൽ കർശന നടപടി വേണമെന്നും, മറിച്ച് ആരോപണം ഉന്നയിച്ചവർ വ്യാജ ആരോപണമാണ് ഉന്നയിച്ചത് എന്നാൽ അവരും മാതൃകാപരമായി ശിക്ഷിക്കപ്പെടണമെന്നും പൃഥ്വിരാജ് പറഞ്ഞു. ആരോപണ വിധേയരുടെ പേര് പുറത്തുവിടണമെന്നാണ് തന്റെ നിലപാട്. അക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. പുറത്തുവരുന്ന ആരോപണങ്ങൾ എങ്ങനെ ബാധിക്കണമോ അങ്ങനെ തന്നെ ബാധിക്കണമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുകയാണ്. പഴുതടച്ചുള്ള അന്വേഷണങ്ങൾ ഉണ്ടാകണമെന്നും നടൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്.